യെസ്, 16ാം റൗണ്ട് എത്തിയപ്പോൾ ഇടതു മുന്നണിക്ക് ലീഡ്. അതായത് നമ്മൾ കണ്ടതുപോലെ 9ാം റൗണ്ടിന് തുടർച്ചയായി 16ാം റൗണ്ടിൽ എത്തിയപ്പോൾ കരുളായി പഞ്ചായത്തിൽ മാത്രം ആദ്യ 236 വോട്ടിന്റെ ലീഡ് എം സ്വരാജ് നേടുന്നു എന്നാണ് ചിത്രം. പക്ഷേ UDF തന്നെയാണ് ലീഡ്. 10,482 എന്ന സ്വരാജ് ഷൗക്കത്തിന്റെ ലീഡ് നിലനിൽക്കുകയാണ്. സ്വരാജ് ലീഡ് ചെയ്തത് 236 വോട്ടുകളാണ് ഈ റൗണ്ടിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. കരുളായി പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് അവർ അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തെ അവർ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. അവിടെ ഇടതുപക്ഷത്തിന് ലീഡ് ഉണ്ടാകുന്നു. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ ഇതുവരെ പൂർത്തിയായ റൗണ്ടുകളിൽ ഈ റൗണ്ടുകളിൽ മാത്രമാണ് 9ാം റൗണ്ടിലും ഇപ്പോൾ നടന്ന ഈ 16ാം റൗണ്ടിലും മാത്രമാണ് ഇടതുപക്ഷത്തിന് എം സ്വരാജിന് ലീഡ് കിട്ടിയത്. 236 വോട്ടുകളുടെ ലീഡാണ് ഉണ്ടായത്. കരുളായി പഞ്ചായത്തിന്റെ ആദ്യ വാർഡുകൾ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നേരിയ ലീഡെങ്കിലും നേരിയ ലീഡിലാണ് നിൽക്കുന്നത്. 236 നേരിയ ലീഡിലാണ് നിൽക്കുന്നത്. കരുളായിൽ 1400 അപ്പുറത്തേക്ക് ലീഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇടതുപക്ഷത്തിന് പരമ്പരാഗത വോട്ടുകൾ അവിടെയുണ്ട്. അവിടെ ഒരു നേരിയ ലീഡാണ് നിലനിർത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോഴും ഒരു തിരിച്ചടി അതിനകത്തുണ്ടാവുന്നുണ്ട്. പക്ഷേ സൈത്ത് പറഞ്ഞ പോലെ കരുളായിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന സമയമാണ്. അപ്പോഴത്തേക്കാണ് ഏതായാലും UDF വിചാരിച്ച പോലുള്ള ഒരു പാറ്റേൺ, വഴിക്കടവ് തൊട്ടുള്ള ട്രെൻഡ് അത് നിലമ്പൂർ നഗരസഭയ്ക്ക് അപ്പുറത്തേക്ക് കരുളായിലും അമരമ്പലത്തിലേക്കും അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയം. 6957 വോട്ടുകൾ മാത്രമാണ് ഇതുവരെ NDA സ്ഥാനാർത്ഥി നേടിയിട്ടുള്ളത്. അപർണ, ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കണക്കാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വോട്ടുകൾ UDF-ലേക്ക് ഒഴുകി എന്ന ആരോപണം വളരെ വ്യക്തമായി. 12,000 വോട്ടുകൾ ഉണ്ടായിരുന്നു 2016-ൽ. 12,000 വോട്ടുകൾ ഉണ്ടായിരുന്നു. 21-ൽ അത് 8,400 ആയി. അവിടെ നിന്ന് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അത് UDF-ന് അനുകൂലമായി എന്നുള്ളതാണ്. 6,957 വോട്ടുകൾ മാത്രമാണ്. മലയോര കർഷകർ, ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ അവിടെ ഒരുപാടുള്ള ഒരു സ്ഥലത്ത് BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ്. വെള്ളാപ്പള്ളി പറയുന്നത് ഈ വോട്ടൊക്കെ ഇടതുപക്ഷത്തിന് പോയി എന്നുള്ളതാണ്. അതായത് ലീഗാണ് അവിടെ പ്രവർത്തിച്ചത്. ഇതൊരു മുസ്ലിം പ്രീണന അവിടെ നടന്നു. അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഹിന്ദു വോട്ടുകൾ പോയി. അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഇനി മറ്റുള്ളവർ 10,718 നമ്മുടെ കണക്ക്. ചില ചാനലുകൾ 11,000 കടന്നു അല്ലെങ്കിൽ 12,000 ആയി എന്നൊക്കെയുള്ള കണക്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ കണക്ക് 10,718 അത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഔദ്യോഗികമായി കിട്ടുന്ന കണക്കാണ്. 10,718 ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം, വ്യക്തമായ ഭൂരിപക്ഷം, വളരെ കരുത്തോടെ, നിലമ്പൂർ തേക്കിന്റെ കരുത്തോടെ ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് കടന്നു വരികയാണ്. 16ാമത്തെ റൗണ്ടിൽ നേരിയ ലീഡ് നിലനിർത്താൻ സ്വരാജിന് കഴിഞ്ഞിരിക്കുന്നു. വളരെ ചുരുക്കം റൗണ്ടുകൾ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് അത് പറ്റിയിരിക്കുന്നത്. അതിനകത്ത് 4003 എന്ന വോട്ട് റൗണ്ട് 16-ൽ അങ്ങനെ LDF-ന് കരുളായി പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ 236